ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ച വെയിറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഇന്ന് ഒരു അൺഎക്സ്പെക്ടഡ് ഐഡിയ പോകുമ്പോഴായിരുന്നു ഇവിടെ ഓപ്പണിംഗ് ചെയ്തമാതിരി തോന്നിയത്. അപ്പൊ നമ്മൾ വേഗം വന്ന് ചോദിച്ചു, എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞു. അങ്ങനെ കറക്റ്റ് ടൈമിന് പെട്ടെന്ന് വന്നു, കഴിച്ചു നോക്കി. ഞാൻ അടിപൊളിയായിട്ടുണ്ട്, പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. ശരിക്കും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്കാണെങ്കിൽ ഇങ്ങനത്തെ ഫുഡ്സ് ഒക്കെ കഴിക്കണമെങ്കിൽ ടൗണിലേക്ക് തന്നെ പോകണം. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഗ്രാമം ഇവിടെയൊക്കെ പറയുമ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്ന ഫുഡ്സ് അല്ലാതെ ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ഒന്നും അധികം നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ വരുന്നതൊക്കെ പറയുമ്പോൾ ഭയങ്കര റേറ്റും ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയുള്ള ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇത്. കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല കിടിലൻ ഫുഡ്സും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസും ഇവിടെ സർവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്പോട്ട് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും. അപ്പൊ ഈ ഒരു ഐറ്റം വന്നിട്ട് ഇപ്പൊ സ്റ്റുഡൻസ് ആണെങ്കിലും ആരാണെങ്കിലും ഇതുവരെയും ബർഗർ ഓൺ വീൽസിൽ വന്ന് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും വന്ന് ട്രൈ ചെയ്യുക. അടിപൊളി ഫുഡാണ്, ഞങ്ങൾക്കൊക്കെ പേഴ്സണലി നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എന്നോട് പേര് അനന്തകൃഷ്ണൻ, ഇവിടെ തന്നെയാണ് വീട്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഒരു പാർട്ട്ണറും കൂടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ ഇട്ടത്. ആദ്യം ബർഗർ ഓഫ് വീൽസ് മറ്റുന്ന സ്റ്റാർട്ട് ചെയ്യാനാണ് നനച്ചത്. അപ്പോൾ അടുത്ത ഒരു റൂമെല്ലാം വാടകയ്ക്ക് എടുത്തു. അതിൻ്റെ ഇടയിലാണ് ഇതൊരു വേക്കൻസി വന്നത്. ഈ ഹോട്ടലോടെ വന്നപ്പോൾ ഇവിടെ എന്നാൽ പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ് ഞങ്ങൾ ചെന്നൈയിലേക്ക് പോയി ബർഗർ ഓഫ് വീൽസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത്. ഇതിന് മുമ്പ് ഞങ്ങൾ ബർഗർ ഓഫ് വീൽസിൻ്റെ ഫുഡ് കഴിച്ചിട്ടുണ്ട് പല സ്ഥലത്ത് പോയിട്ട്. ഈ ഏരിയയിലൊന്നും ഈ ഐറ്റം ഇല്ല. ഈ ഐറ്റം ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് നല്ല വിജയകരമാവെന്ന് വിചാരിക്കുന്നു. ആ ഒരു വിജയം ഞങ്ങൾ നല്ലപോലെ ഫുഡ് കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ ഈ ഹോട്ടൽ ഗ്രീൻലാൻഡ്, അഡ്രസ് വന്നിട്ട് പുതുനഗരം വിരിഞ്ഞിപ്പാടം, പാലക്കാട് ജില്ല. ബർഗർ ഓഫ് വീൽസ് നല്ലൊരു ഇതാണെന്നുള്ളതാണ് ഞങ്ങളുടെ അറിവിൽ കിട്ടിയിരിക്കുന്നത്. അത് അവരും നല്ല സപ്പോർട്ടുണ്ട്, കമ്പനി നല്ല സപ്പോർട്ട് നമുക്ക് എല്ലാ ആൾക്കാരിനെയും അയച്ചു തന്നിട്ടുണ്ട്. നല്ല ഫുഡ് കൊടുത്ത് ഞങ്ങൾ ചെയ്യാൻ. ടുഡേ ഓഫർ വന്നിട്ട് ഫ്രൈഡ് ചിക്കൻ പോപ്കോൺ 49 രൂപ, ഫ്രൈഡ് ചിക്കൻ റെഗുലർ 39 രൂപ, ചിക്കൻ 65 100 ഗ്രാം 25 രൂപ, വൈറ്റ് സൈസ് പിസ്ത 60 രൂപ. അങ്ങനെയാണ് ഞങ്ങൾ ഇന്നത്തെ ഓഫർ. അത് ഓഫർ ഇപ്പോൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. ബർഗർ ഓഫ് വീൽസിൽ നല്ല സപ്ലൈ ഫുഡ് നല്ല ടേസ്റ്റി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നല്ല വിജയകരമായിട്ട് നടക്കുന്നു വിചാരിക്കുന്നു. നല്ല പ്രോഫിറ്റും വലിയ കുഴപ്പമില്ല. വലിയ ബിസിനസ് ചെറിയ പ്രോഫിറ്റിൽ ഞങ്ങൾ ചെറിയ പ്രോഫിറ്റിൽ വലിയ ബിസിനസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ആൾക്കാർക്ക് നല്ല ഫുഡ് കൊടുക്കുക, നല്ല ഐറ്റം കൊടുക്കുക, പോർഷൻ നന്നായി കൊടുക്കുക, ചെറിയ റേറ്റ്. അങ്ങനെയാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ട്രക്ക് മോഡൽ നമുക്ക് ഇത് സ്റ്റാൻഡ് എവിടെ വേണമെങ്കിലും വെക്കാം. നമുക്കിപ്പോൾ റണ്ണിങ്ങിൽ എവിടെ വേണമെങ്കിലും ഒരു ലോറി ചെറിയ ഇത് പിക്കപ്പ് ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാം. ചെറിയ സ്ഥലം, വലിയ എന്താ പറയുക, ചെറിയ സ്ഥലത്തിൽ വലിയ സെറ്റപ്പ്. ഇന്നമാതിരി മെനു ലൈനിൽ പാലക്കാട് ഞങ്ങൾ ഫസ്റ്റ് ഇന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇപ്പോൾ വേറെ മെനു ഉണ്ടോയെന്ന് എനിക്ക് അത്ര ടൗണിലില്ല, ഇതേമാതിരത്തെ ഇതില്ല. ബർഗർ ഓഫ് വീൽസ് ഇവിടെ ഇല്ല, പാലക്കാട് ജില്ലയിലില്ല. വേറെ എന്തൊക്കെയോ ഉണ്ട്, അത് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ഈ ഐറ്റങ്ങൾ ഇതിലുള്ളൂ. ഇവിടെ നല്ല സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോ നമുക്ക് സാധനം ക്യൂ നിന്നിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല ഒരു സപ്പോർട്ട് ഉണ്ട്. ഇത് നമുക്ക് നല്ല സപ്പോർട്ടിൽ അവർ വെയിറ്റ് ചെയ്ത് നല്ല ഇതിൽ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. കഴിച്ചവര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇന്ന് സ്റ്റാർട്ടിങ് വന്നിട്ട് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. 4 മണിക്ക് കൊടുത്ത സാധനമല്ല, എല്ലാം പ്രോഫിറ്റ് നല്ല ടേസ്റ്റി ഫുഡ് എന്ന് നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. പുതുക്കോട്ടയിൽ നിന്ന് 2 പേര് വന്നിട്ടുണ്ട്. അവർ ട്രെയിനിങ് ഇവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോ എന്താണെങ്കിലും ഒരാഴ്ചന്റെ ഉള്ളിൽ ആ ട്രെയിനിങ് മാക്സിമം ഇവരിനെ തന്നെ നിർത്തും. ഞങ്ങള് സപ്പോസ് ഒരു നാളേക്ക് ഇല്ലെങ്കിലും ഇവരിനെ നിർത്താനുള്ള സപ്പോർട്ട് ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാളേക്ക് ലീവ് അവർക്കും വേണമല്ലേ, അപ്പൊ അതിന്റെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മ മാസ്റ്റർ വന്നിട്ട് അവരോട് സപ്പോർട്ട് നല്ല കൊടുത്തിട്ടിരിക്കുന്നത്, നല്ല ട്രെയിനിങ് കൊടുത്തിട്ടിരിക്കുന്നത് നാളെ തന്നെ ആയിരിക്കും. അപ്പൊ അതിന്റേതായ സപ്പോർട്ട് കുഴപ്പമില്ല. ഇന്നൊക്കെ അവർ നല്ല ഇമ്പ്രൂവ്മെന്റ് ആകുത്. ഞാൻ പാക്കുമ്പോഴേ തെരിയതല്ലേ. இந்த ടൈമില് വെയിറ്റ് പണിയിട്ട് ഒരു സാധനം വാങ്ങി പോறது ரொம்ப കഷ്ടം. എല്ലാവർക്കും എമർജൻസി അർജന്റ് ആണ്. എല്ലാവരും നല്ല വെയിറ്റ് പണിയിട്ട് നല്ല വാങ്ങിയിട്ട് പോയിട്ടിരിക്കും. ഇന്നൊക്കെ കൊടുത്തവരെല്ലാം നല്ല അഭിപ്രായം എന്താ പറഞ്ഞത്, നല്ല സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതേ മൂവ് ചെയ്യും ഞങ്ങൾ. ഇതേ കണ്ടിന്യൂ ചെയ്തിട്ട് ഇതേ ടേസ്റ്റിൽ നമ്മൾ കൊടുക്കും. ഈ ടേസ്റ്റിന് മാറ്റമേ വരത്തില്ല. ദീപാവലിക്ക് മുന്നാടി നടത്തുന്ന ഞങ്ങൾ വിചാരിച്ചത്. ഇപ്പൊ ദീപാവലി കഴിഞ്ഞു, ദിവസമായി. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വലിയ പ്രശ്നം വന്നിട്ടില്ല. നല്ല ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് കിട്ടുന്നത്. ഇന്നത്തെ ഇതിൽ തന്നെ നമുക്ക് അറിയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാം. ഇന്നത്തെ നല്ല മൂവിങ് ഉണ്ട്. ഇത് നമ്മൾ കൂടുതൽ പബ്ലിസിറ്റി ചെയ്തിട്ടില്ല. ആകെ പേപ്പറിൽ ഒരു കുറച്ച് നോട്ടീസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പബ്ലിസിറ്റി ഇനിയാണ് കൂടുതൽ കൊടുക്കുന്നത്. പബ്ലിസിറ്റി വളരെ കുറവാണെങ്കിൽ നമുക്ക് നല്ല സപ്പോർട്ട് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഇതിൽ നമ്മ ബർഗർ ഓഫ് വീൽസ് ഒരു 3:30 4 o'clock സ്റ്റാർട്ട് ചെയ്യും. 10 o'clock വരെ, മാക്സിമം 10 o'clock വരെ വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാമേ ഫ്രഷ് അന്നന്ന് ഓരോ ദിവസത്തെയും അന്നുള്ള പർച്ചേസിങ് അന്നന്ന് ഫ്രഷ് ആയിട്ട് തന്നെ കൊടുക്കുള്ളൂ. പഴയ സാധനമേ കൊടുക്കില്ല. ഓരോ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം തന്നെ അത്രേ വാങ്ങുള്ളൂ. ആ ഒരു നമുക്ക് ഡിസൈൻസ് എങ്ങനെ പോകുന്നു അപ്പപ്പോ വാങ്ങും, അങ്ങനെ ചെയ്യുള്ളൂ. മക്കൾക്ക് ഇത് നല്ലൊരു ഇത് കിട്ടും. അതായത് അപ്പപ്പോ ഫ്രഷ് ആയിട്ട് ലൈവായിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഉള്ളിലല്ല, ലൈവായിട്ടാണ് അപ്പപ്പോ സ്റ്റാർട്ടിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല സപ്പോർട്ട്
തന്നെയാണ് കിട്ടുന്നത്. ഇതേ റോഡിൽ വന്നിട്ട് പാലക്കാട് ടു കൊല്ലങ്കോട് റോഡാണ് ഇതിന്റെ പേര്. കൊല്ലങ്കോട് റോഡിൽ ഇപ്പോ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഇന്ത്യയിൽ വന്നിട്ട് ടൂറിസ്റ്റ് ഏരിയ ആക്കിയിട്ടുണ്ട് കൊല്ലങ്കോട്. അതിൽ വന്നിട്ട് നിറയെ സ്ഥലമുണ്ട്. സീതാർകുണ്ട്, വാട്ടർ ഫാൾസ്, കൊല്ലങ്കോട് കൊട്ടാരം, ചിങ്ങഞ്ചറാവണ്ടൂര്, പിന്നെ ഹോട്ടൽ, പിന്നെ ഡാമുകൾ നിറയെ ഇരിക്കുന്നത്. ചുള്ളിയ ഡാമുണ്ട്, പോത്തുണ്ടി ഡാമിന്റെ, നെല്ലിയാമ്പതി ഹിൽസ് ഏരിയ, നെല്ലിയാമ്പതി ഊട്ടിമാരി ഇരിക്കും. അതുമാതിരി ടൂറിസ്റ്റ് ഏരിയ നിറയെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലാണ് ബേസിക്കലാണ് ഞങ്ങൾ ഈ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിറയെ ടൂറിസ്റ്റുകൾ കൊല്ലങ്കോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നെല്ലാം വന്ന് സൺഡേ അല്ലേ, ഇന്നെല്ലാം നമുക്ക് സാധനം കൊടുക്കാൻ പറ്റിയിട്ടില്ല, അത്രയും കൂട്ടമായിരുന്നു. ഇന്ന് വന്നിട്ട് തിരക്കുണ്ടായിരുന്നു. ഫുള്ള് ടൂറിസ്റ്റ് എല്ലാം മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ് അവിടെ നിന്നുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ ഈ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് ട്രാവൽ ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഫുഡ് എപ്പോഴും ഒരേമാതിരി വെച്ചാൽ കറക്റ്റ് ആവില്ലല്ലോ. ഇന്ന് കൊടുക്കാൻ പറ്റിയില്ല. ഒരുപാട് 100 പേര് റിട്ടേൺ പോയി നമ്മളും പ്രതീക്ഷിച്ചില്ല എത്ര വരുന്നുള്ളത്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റാത്തതിൽ നമുക്ക് വിഷമമുണ്ട്. അപ്പം നമ്മൾ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ, എക്സ്പീരിയൻസ് സ്റ്റാഫുകൾ കുറച്ചായിട്ടുള്ളൂ, ആകെ 10-12 പേരെ നിർത്തിയിട്ടുള്ളൂ. നീ കുറച്ച് ആളിനെ ചേർത്തണം, കുറച്ച് സീറ്റിംഗ് കപ്പാസിറ്റി കുറച്ച് കൂട്ടണം. അപ്പൊ അതുകൂടെ കൂടുമ്പോൾ ഈ ബർഗർ ഓഫ് ഇന്ത്യയും രണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു സപ്പോർട്ട്, അതും സെയിൽസ് രണ്ടും. അത് വാങ്ങാൻ വന്നാൽ ഇവിടെ കയറും, ഇവിടെ വന്നാൽ അതും പോകും. മനസ്സിലായ? അപ്പൊ ഹോട്ടലിലേക്ക് വരുമ്പോൾ അവിടെ അത് എന്താണെങ്കിലും ഒരു പീസെങ്കിലും ഒരാൾ വാങ്ങാതെ പോവില്ല. ഇവിടെ വന്ന് അതിൽ കഴിച്ചിട്ട് പോകാറുണ്ട്. അത് രണ്ടും നല്ലൊരു, ഞങ്ങൾ രണ്ടും കൂടെ ആയപ്പോൾ നമുക്ക് നല്ലൊരു ഇതാണ്. ഫ്രാഞ്ചൈസിങ് നമുക്ക് അതിന്റെ ട്രെയിനിങ് ചെയ്യായിരുന്നു, പക്ഷെ നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഇല്ല. എക്സ്പീരിയൻസ് ഇല്ലാത്തതിൽ നമ്മൾ പോയിട്ട് അത് ചെയ്യാൻ പാടില്ല. അത് നമ്മളൊരാൾക്ക് സാധനം കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ് കൊടുക്കണ്ടേ. അവര് എക്സ്പീരിയൻസ് ഉള്ളവര് ഉണ്ടാക്കുന്നതും ഞങ്ങൾ ഉണ്ടാക്കുന്നതും വ്യത്യാസം ഉണ്ടാവും. അത് എത്ര ക്വാളിറ്റി ചെയ്താലും നമുക്കത് ക്ലിയർ ആയിട്ട് വരില്ല. അതുകൊണ്ടാണ് അവര് നാഗപട്ടണത്തേക്കാണ് വന്നിരിക്കുന്നത്. 2 പേര് ഫ്രാഞ്ചൈസിന്റെ പേര് 2 പേര് അവര് നമുക്ക് ട്രെയിനിങ് തരാൻ വന്നിട്ടുണ്ട്. ഇവിടെ എന്താണെങ്കിലും നല്ലൊരു സപ്പോർട്ടേ കിട്ടുള്ളൂ. വീഡിയോ കാണുന്നവര് എന്താണെങ്കിലും ഇവിടെ ഈ വഴിക്ക് മുമ്പ് ഇവിടെ നിർത്തും. ഇവിടെ ഈ ലൈനിലില്ല. പാലക്കാട് ടൗണിൽ ഇനിയിപ്പോ വല്ലതും ഉണ്ടോന്ന്, പക്ഷെ ഇതില്ല, ബർഗർ ഓഫ് ഹിൽസിന്റെ ഇതില്ല. അതുകൊണ്ട് നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ വഴിക്കാണെങ്കിലും ഏത് വഴിക്കാനും ഇവിടെ വന്ന് കഴിച്ചിട്ട് പോകും. ടൈമും അതേമാതിരി ഞങ്ങൾ എന്താണെങ്കിലും 3:30 മുതൽ സ്റ്റാർട്ട് ചെയ്ത രാത്രി 10 മണി വരെ എന്താണെങ്കിലും ഉണ്ടാവും. ചെന്നൈയില് ഞങ്ങൾ വേറെ ഒരു ഇതിൽ പോയി കഴിച്ചപ്പോ ചെന്നൈയിൽ ഞങ്ങൾക്ക് വലിയ നല്ല ടേസ്റ്റി ഫുഡ്, ഇത് നമ്മൾക്ക് എന്താ അവിടെ പോയി ചെയ്താൽ നടക്കുമോ എന്നുള്ളൊരു, അവിടെ ടൗൺ, ചെന്നൈ വലിയ ടൗൺ, ഞങ്ങളുടെ ഇവിടെ ചെറിയ ഗ്രാമമാണ്. അപ്പൊ അതിന്റെ ഒരു പേരില് ശരി നമുക്കൊരു ട്രൈ ചെയ്യപ്പെടെ ഇല്ലാത്ത ഒരു ഐറ്റം അല്ലേ, ചെയ്ത് നോക്കാന്ന് രണ്ടും കൽപ്പിച്ചിട്ട് പണം പറഞ്ഞാൽ കുറച്ച് ക്യാഷ് ഇറക്കിയിട്ടുണ്ട്, പൈസയൊക്കെ ഒരുപാട് ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ആളുടെ സസ്പെൻസ് ഒക്കെ നല്ലതാണ്. വിജയിക്കുന്നുള്ളൊരു ഉറപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സുകളുടെ സപ്പോർട്ട് ഉണ്ട്, ഞങ്ങൾ പാർട്ണറാണ്, നല്ല സപ്പോർട്ടാണ്. പിന്നെ ഇവര് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ബർഗർ ഓഫ് ഫീൽസുകാർ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. നാളെ ഇന്നലെ പറഞ്ഞ സാധനം ഇന്നൊക്കെ എത്തി അവിടെ പാക്ക് പാർസലില്, ഫണ്ടും ഒക്കെ കറക്റ്റ് ചെയ്ത് തന്നു, എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് അന്നൊരു അവരുടെ ഒരു ഇതുണ്ടായിരുന്നു, എന്താ പറഞ്ഞാൽ ചെന്നൈയിൽ 1000 രൂപ ടിക്കറ്റ് പറഞ്ഞില്ലേ, എക്സിബിഷന്മാരി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് 1000 രൂപ ടിക്കറ്റ് പറഞ്ഞപ്പോൾ ഞങ്ങൾ 4-5 ആളാണ് പോയിരിക്കുന്നത്. അപ്പൊ ഞങ്ങളത് പോയില്ല. ഞാൻ അവരുടെ അടുത്ത് ഓണറിനെ ഇട്ട് വിളിച്ച് സംസാരിച്ച്, ഞങ്ങൾ സാറേ വരുന്നില്ല, ഞങ്ങൾ റിട്ടേൺ പോവുകയാണ്. പിന്നെ ഞങ്ങൾക്ക് കുറെ പർച്ചേസിങ് ഉണ്ടായിരുന്നു ഈ ഹോട്ടലിൽ ഇതിനെ പറ്റിയിട്ട്. അപ്പൊ അവര് അപ്പൊ തന്നെ സാധനങ്ങളൊക്കെ അയച്ചു തന്നു. നമുക്ക് എല്ലാ സാധനവും കൃത്യമായി എത്തിച്ചു അവർ തന്നു. അവർക്കും നല്ലൊരു താങ്ക്സ്. ബർഗർ ഫീൽസുകാർക്ക് നല്ല താങ്ക്സ്. പിന്നെ വീട്ടിൽ നമ്മുടെ ഫാമിലി ഒക്കെ നല്ലൊരു സപ്പോർട്ട് ഉണ്ട് എല്ലാവരും. സ്റ്റുഡൻസ് தான் ഇപ്പം ഏറ്റവും കൂടുതൽ വന്ന് ബോക്സ് വെച്ചதுக்கப்புறம் நிறைய பேர் ஸ்டூடெண்ட்ஸ் தான் கேட்டுட்டே வந்துட்டு அப்போ அவர் எப்போ ஓப்பன் பண்ணுவேன் கேட்டுட்டே இருந்தது. பரவாயில்ல, എൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് കുട്ടികളുടെ. ലൊക്കേഷൻ വന്നിട്ട് ഇത് പാലക്കാട് ജില്ല പുതുനഗരം പഞ്ചായത്തിൽ കൊല്ലങ്കോട് റോഡിലാണ്, വിരിഞ്ഞിപ്പാടം പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്.